മച്ചാമാരെ വണ്ടിക്കാരനാണ് വന്നേ. അപ്പോൾ വാഗമണിലെ രണ്ടാമത്തെ ദിവസം ഇന്നാണ് നമ്മുടെ ഓഫ് റോഡ് ജീപ്പിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്കിന്ന് കാണാം. ഇന്നലെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്, രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. ഇപ്പോൾ രാവിലെ എണീച്ചിന് ഇപ്പോൾ 9 മണിയാകുമ്പോഴേക്കും നമുക്ക് ഓഫ് റോഡിൻ്റെ ജീപ്പ് വരും. ഓഫ് റോഡ് ജീപ്പ് ട്രക്കിങ് കഴിഞ്ഞിട്ട് നേരെ ഇവിടുന്ന് വാഗമണിൽ മൂന്നാറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓഫ് റോഡിൻ്റെ വിശേഷം കാണാം കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യാണ്ട് അവിടെ നിന്നേ. മച്ചാമാരെ ഓഫ് റോഡിലുള്ള 2 ജീപ്പുകൾ ഇവിടെ നമ്മളെ കോട്ടേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഏട്ടൻ്റെ പേരെന്തേനും? സിബിയുടെ ഇതേട്ടൻ നമ്മളൊരു സാരഥി ജീപ്പിൻ്റെ ആണ്. പിന്നെ വേറെ ഏട്ടനുണ്ട്, ഞാൻ ഇപ്പോൾ 3 പരിചയപ്പെടുത്തു കേട്ടോ. ഇത് നമ്മളെ രണ്ടാമത്തെ സാരഥി. ഏട്ടാ പേരെന്തേനും? ഇപ്പോൾ പൊളിക്കല്ലേ നമ്മള്? ഓക്കെ. എനിക്ക് മാർക്ക് ചെയ്യാം. മച്ചാമാരെ പിന്നെ ഇതാണ് നമ്മൾ ഓഫ് റോഡിൻ്റെ സാരഥി. ഇതൊരു സാരഥിയാണ്. സാരഥി കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ഓഫ് റോഡിൻ്റെ കാര്യങ്ങളും ഇപ്പോൾ ഏട്ടനോട് തന്നെ ചോദിക്കുക. ഏട്ടാ എത്ര സൈഡ് നമ്മൾ ഓഫ് റോഡ് കൊടുക്കുന്നത്? ഇതാകുമ്പോൾ ഒരു 3 വ്യൂ പോയിന്റും പിന്നെ വെള്ളച്ചാട്ടവും ടണലുമാണ്. ഈ ടണൽ എങ്ങനെയാ? മറ്റേ വെള്ളം കുറവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 10 കിലോമീറ്ററൊക്കെ നടന്ന് പോയി ഫോട്ടോ ഒക്കെ എടുക്കാം. അത്ര സെറ്റപ്പ് അല്ലേ? അത്ര സെറ്റപ്പ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങൾ വീഡിയോയിൽ കാണാം. പിന്നെ വാഗമണിൽ വരിക വെച്ചാൽ തീർച്ചയായും ഓഫ് റോഡ് ട്രക്കിംഗ് നടത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ വാഗമണിൽ ട്രിപ്പ് വന്നിട്ടായി കംപ്ലീറ്റ് ആവില്ല. കാരണം നമ്മളിപ്പോൾ എന്താ പറയുക, ഈ പൈസേൻ്റെ പ്രശ്നം അങ്ങനെ കൊണ്ട് ഇപ്പോൾ ഓഫ് റോഡ് ഒരിക്കലും ഒഴിവാക്കുന്നപ്പോൾ ഓഫ് റോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക നിങ്ങൾക്ക് കിട്ടും, ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കട്ടോ. ഓക്കെ, താങ്ക് യു. അല്ല ഇപ്പം എങ്ങനെ ആൾക്കാർ ഗസ്റ്റൊക്കെ എങ്ങനെയുണ്ട്? സീസണല്ലേ, ഓണാവധിയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ കയറി വരുന്നുണ്ട്. ആണല്ലേ? അപ്പോൾ ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ വരുന്നുണ്ട്, പക്ഷെ കുറവാണ്. ഇപ്പം കൂടുതലായിട്ട് തമിഴ്നാട് ഗസ്റ്റും തമിഴ്നാട് ഗസ്റ്റുകൾ ഏറ്റവും കൂടുതൽ കയറി വരുന്നത്. ഓക്കെ ഏട്ടാ, പോളി ഡ്രൈവിങ് കേട്ടോ. ഇവിടെ നമ്മളെ നിന്നല്ല ഓഫ് റോഡിൽ ഇങ്ങനെ തകിടം മറിച്ച് കളിക്കുക. മച്ചമാനെ ഇതാണ് നമ്മളെ രണ്ടാമത്തെ വ്യൂ പോയിന്റ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ വ്യൂ പോയിന്റ്. ഇവിടെയാണ് ടണലും പിന്നെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ.
ഇവിടെയാണോ ടണലിൽ ഇതിൻ്റെ ഒരു 1/2 കിലോമീറ്റർ ഉള്ളോടേക്ക് നമുക്ക് നടന്നു പോകാം അവിടെ. ഇപ്പം വെള്ളം കൂടുതലാണ്, ആൾക്കാർ അവിടെ ഉള്ളോടൊക്കെ പോകുന്നുണ്ട്.